ഇന്ത്യൻ റെയിൽവേയിൽ പുതിയതും ആവേശകരവുമായ ഒരു അധ്യായം ആരംഭിച്ചിരിക്കുന്നു. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ട്രെയിൻ ഇപ്പോൾ ട്രാക്കുകളിൽ ഓടുന്നു. ഹരിയാനയിൽ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പരിസ്ഥിതി സൗഹൃദ ട്രെയിൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ആദ്യ യാത്ര ജിന്ദിനും സോനെപത്തിനും ഇടയിലായിരിക്കും. ഇത് 89 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ട്രെയിൻ ഡീസലോ കൽക്കരിയോ ഉപയോഗിക്കുന്നില്ല. പകരം ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ എന്ന പ്രത്യേക സാങ്കേതിക വിദ്യയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജനും ഓക്സിജനും കലർത്തി ഈ സെല്ലുകൾ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു. ഒരേ സമയം 2600 പേരെ വരെ വഹിക്കാൻ ട്രെയിനിന് കഴിയും. കൂടാതെ 3200 കുതിരശക്തിയുള്ള ശക്തമായ എഞ്ചിനുമുണ്ട്. നിലവിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇത് പക്ഷേ മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ജർമ്മനി, ഫ്രാൻസ്, ജപ്പാൻ, ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയ്ക്ക് ശേഷം ഹൈഡ്രജൻ ട്രെയിൻ ഉള്ള ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതിനർത്ഥം നമ്മുടെ യാത്രാരീതി കൂടുതൽ പരിസ്ഥിതിക്ക് അനുയോജ്യവും മികച്ചതുമായി മാറുകയാണെന്നാണ്. ഇന്ത്യയുടെ ഹൈഡ്രജൻ ട്രെയിൻ യാത്ര ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു.